എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 45-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. തദനുചരണചാരീ ധാരകൈ സാകമാരാ നിലയതതിഷു ഖേലൻ ബാലചാവല്യശാലീ ഭവനശുകവിലാളാൻ വത്സകാംശ്ചാനുധാവൻ കഥമപി കൃതഹാസൈർഗോപകൈർവാരിതോ ഭൂഃ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. തദനുചരണചാരി, അനന്തരം പിച്ച വെച്ചു നടക്കാൻ തുടങ്ങിയപ്പോൾ, അതായത് രാമകൃഷ്ണന്മാർ. ധാരകൈ സാഗം ആരാത് നിലയദതിഷു ഖേലൻ, അയൽ വീടുകളിലൊക്കെ ചെന്ന് മറ്റു കുട്ടികളുമായി കളിക്കവേ. എങ്ങനെ? ബാലചാബല്യശാലി, കൗതുകം തോന്നിക്കുന്ന പലതരം വികൃതികളും കാട്ടിക്കൊണ്ട്. ഭവനശുകവിലാളാൻ, വീടുകളിൽ വളർത്തുന്ന തത്തകൾ, പൂച്ചകൾ, പശുക്കിടാങ്ങൾ എന്നിവയെ. വത്സകാഞ്ച അനുധാവൻ, പിന്തുടർന്ന് പിടിക്കാൻ തുടങ്ങുമ്പോൾ. കുട്ടികൾക്ക് അതൊരു കൗതുകമാണല്ലോ. കഥമപി കൃതഹാസൈ ഗോപകൈ വാരിത അഭൂ, ഗോപന്മാർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നന്നേ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അങ്ങയെ തടഞ്ഞു നിർത്തി. എന്താ ഇവിടെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും എന്ന് പറയുന്നേ? കണ്ണനോട് കയർത്ത് പറയാൻ ആർക്കും ആവില്ല. കണ്ടാൽ തന്നെ അത്ര മനോഹരമാണ്. കണ്ണനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക? കണ്ണാ അരുതേട്ടോ, വേണ്ടാട്ടോ, വികൃതി കാണിക്കണ്ടാട്ടോ, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഗോപന്മാർ ചിരിച്ചുകൊണ്ട് തന്നെ തടഞ്ഞു നിർത്തി. എന്താ തടഞ്ഞു നിർത്തിയേ? ഓരോ ജീവികളുടെ പിറകെ പോവുക. പല വീടുകളിലും ചെല്ലുമ്പോൾ ചില വീടുകളിൽ വളർത്തു തത്തകളുണ്ട്, പൂച്ചകളുണ്ട്, പശുക്കിടാങ്ങളുണ്ട്. ഇവയൊക്കെ പിന്നാലെ ഓടിച്ചെന്ന് പിടിക്കാൻ തുടങ്ങുക. ജീവജാലങ്ങൾക്ക് മനുഷ്യരങ്ങനെ പിടിച്ചു നിർത്തുന്നത് അത്ര ഇഷ്ടമൊന്നുമില്ല, പ്രത്യേകിച്ചും പരിചയമില്ലാത്തവർ. അതുകൊണ്ടാണ് ഗോപന്മാർ പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിലും ഭഗവാനെ അതിൽ നിന്നു തടഞ്ഞു നിർത്തിയത്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അനന്തരം പിച്ച് വെച്ചു നടക്കാൻ തുടങ്ങിയ അങ്ങ് ഗോപബാലകരോടൊത്ത് പരിസര ഗൃഹങ്ങളിൽ ചെല്ലുകയും ബാല്യകാല ചാബല്യം മൂലം ഗൃഹങ്ങളിലെ തത്തകൾ, പൂച്ചകൾ, പശുക്കിടാങ്ങൾ എന്നിവയെ പിന്തുടർന്നുകൊണ്ട് ഓടുകയും ചെയ്തപ്പോൾ ചിരിച്ചുകൊണ്ട് മറ്റു ഗോപന്മാർ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അങ്ങയെ തടഞ്ഞു നിർത്തി. ഹരേ കൃഷ്ണ.